ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. ഇൻസുലിൻ അളവിലുള്ള അസന്തുലിതാവസ്ഥ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. ഇത് ടൈപ്പ് 2 പ്രമേഹം, പ്രീ ഡയബറ്റീസ് തുടങ്ങിയ അവസ്ഥകളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണാണ് ഇൻസുലിൻ. ഇൻസുലിൻ അളവിലുള്ള അസന്തുലിതാവസ്ഥ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് ഇതാണ് ടൈപ്പ് 2 പ്രമേഹം, പ്രീ ഡയബറ്റീസ് തുടങ്ങിയ അവസ്ഥകളിലേക്ക് നയിക്കാനുള്ള കാരണം. ഇതിനെ മൊത്തത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ഇത്തരത്തിലെ ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കാൻ സഹായിക്കുന്ന ചില ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ ഷുഗർ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളിലൊന്നാണ് ഫാറ്റി ഫിഷ്. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ സാൽമൺ, മത്തി, അയല പോലുള്ള ഫാറ്റി ഫിഷുകൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനും സഹായിക്കും. 2 ഇലക്കറികൾ, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ തുടങ്ങിയ പോഷകങ്ങളടങ്ങിയ പാലക്ക്, മുരിങ്ങയില, ചീര പോലുള്ള ഇലക്കറികൾ കഴിക്കുന്നതും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ ഗുണം ചെയ്യും. അതിനാൽ പ്രമേഹമുള്ളവർ ഇലക്കറികൾ ധാരാളമായി ഡയറ്റിൽ ഉൾപ്പെടുത്തണം. 3 ബെറീസ്. ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ ബ്ലൂബെറി, സ്ട്രോബെറി, റാസ്ബെറി തുടങ്ങിയ ബെറീസ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനും സഹായിക്കും. അടുത്തത് ഓട്സ്. ഫൈബറും മറ്റ് വൈറ്റമിൻസും ധാതുക്കളും അടങ്ങിയ ഓട്സ് പോലുള്ള മുഴുധാന്യങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ ഗുണം ചെയ്യും. അടുത്തത് ചിയ സീഡ്സ്. ഫൈബറും ആരോഗ്യകരമായ കൊഴുപ്പും അടങ്ങിയ ചിയ സീഡ്സ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനുമൊക്കെ സഹായിക്കും. അതിനാൽ പ്രമേഹമുള്ളവർ ചിയ സീഡ്സ് ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താം. അടുത്തത് ഫ്ലാക്സ് സീഡ്സ്. ഇൻസോലുബിൾ ഫൈബറിന്റെ മികച്ച ഉറവിടമായ ഫ്ലാക്സ് സീഡുകൾ ടൈപ്പ് 2 പ്രമേഹമുള്ളവർക്ക് നല്ല പരിഹാരമാർഗമാണ്. 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡുകളിൽ 3 ഗ്രാം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹിക്കാൻ ഏറെ സമയമെടുക്കും. ഇത് ഷുഗർ പെട്ടെന്ന് രക്തത്തിലേക്ക് ഇറങ്ങുന്നത് തടയുകയും ചെയ്യും. ഇതിലെ ഇൻസോലുബിൾ ഫൈബർ ലിഗ്നൻസ് ആണ് ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്നത്. കൂടാതെ രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് നിയന്ത്രിക്കുകയും അതോടൊപ്പം ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിന് ഫ്ലാക്സ് സീഡ്സ് ഡെയിലി ഡയറ്റിൽ പ്രമേഹമുള്ളവർ ഉൾപ്പെടുത്തുക. മറ്റ് പല ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒന്നുകൂടിയാണിത്. തടിയും വയറും കുറയ്ക്കാൻ ഏറെ നല്ലതാണ് ഫ്ലാക്സ് സീഡ്സ്. തടി കുറയ്ക്കാൻ ഇതിൽ ഫൈബറാണ് സഹായിക്കുന്നത്. ആരോഗ്യകരമായ കൊഴുപ്പുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കുന്നതിനും ചീത്ത കൊളസ്ട്രോളായ LDLും ട്രൈഗ്ലിസറൈഡും ഒക്കെ കുറയ്ക്കുന്നതിനും വളരെ നല്ലത് കൂടിയാണ് ഫ്ലാക്സ് സീഡ്സ്. കൂടാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിനോടൊപ്പം ഇവ കുടലിന്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും. അടുത്തത് നട്ട്സ്. പ്രമേഹമുള്ളവർക്ക് അനുയോജ്യമായ ഭക്ഷണങ്ങളിലൊന്നാണ് നട്ട്സ്. ഇവയിൽ ധാരാളം പോഷക ഗുണങ്ങളുണ്ട്. നട്ട്സിൽ മോണോസാച്ചുറേറ്റഡ്, പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ, നാരുകൾ, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈറ്റോ ന്യൂട്രിയൻസ് എന്നിവ ധാരാളമായി കാണപ്പെടുന്നു. പ്രോട്ടീനും ആരോഗ്യകരമായ കൊഴുപ്പും ഫൈബറും ഉള്ളതിനാൽ തന്നെ ഒരു നിശ്ചിത അളവിൽ നട്ട്സ് പ്രമേഹമുള്ളവർക്ക് കഴിക്കാവുന്നതാണ്. ബദാം, വാൾനട്ട്സ്, പിസ്ത എന്നിവ ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനും സഹായിക്കും. അതിനാൽ പ്രമേഹമുള്ളവർക്ക് നട്ട്സ് ഒരു നിശ്ചിത അളവിൽ കഴിക്കാം. കൂടാതെ ബദാമിൽ വൈറ്റമിൻ B12 ഉള്ളതിനാൽ ഇത് പ്രമേഹത്തിനോടനുബന്ധിച്ചുള്ള മറ്റു പ്രയാസങ്ങൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. അടുത്തത് യോഗട്ട്. പ്രോട്ടീൻ ധാരാളം അടങ്ങിയ ഒന്നാണ് യോഗട്ട്. ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. കൂടാതെ പ്രോബിയോട്ടിക് ഗുണങ്ങളടങ്ങിയ ഇവ കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും വളരെ നല്ലതാണ്. അതിനാൽ പ്രമേഹമുള്ളവർ ഡയറ്റിൽ യോഗട്ട് ഉൾപ്പെടുത്തുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പറഞ്ഞ എല്ലാ ഭക്ഷണങ്ങളും ഷുഗർ ഉള്ളവർക്ക് ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കാനും അതോടൊപ്പം ഷുഗർ കൺട്രോൾ ചെയ്യാനുമൊക്കെ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ്. നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഇവ ഉൾപ്പെടുത്തുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്